കഴിഞ്ഞൊരു 25 വർഷത്തിനിടയിൽ വ്യാഖ്യാനപരം സഭയിൽ ഓപ്പറേറ്റ് ചെയ്ത് കണ്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ആമുഖമായിട്ട് ഒരു വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15:51-52. 1 കൊരിന്ത്യർ 15:51-52. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇത് സാധാരണഗതിയിൽ നമ്മൾ മരണവീട്ടിൽ നമ്മൾ പറയാറുള്ള അല്ലെങ്കിൽ വായിക്കാറുള്ളൊരു വാക്യമാണ്. പക്ഷേ ഇത് മരണവീട്ടിൽ മാത്രം ഓർക്കേണ്ടതല്ല, നമ്മുടെ ഉള്ളിൽ ദിനം പ്രതി നാം ചിന്തിക്കുകയും നമ്മെ തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നാം എല്ലാവരും എന്ത് ചെയ്യുകയില്ല? മരിക്കുകയില്ല. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയും ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ദൈവവചനം കേൾക്കുന്നുണ്ട്. ദൈവവചനത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. കല്യാണം കഴിച്ച ആൾക്കാരാണ് ഒരു വിധപ്പെട്ട എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു, ഇനി കല്യാണത്തിന് ഒരു 6 മാസം സമയമുണ്ട് ഉള്ള ഒരു കാലഘട്ടമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. 6 മാസം കല്യാണത്തിന് സമയമുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ഫോക്കസ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. 6 മാസത്തിന് മുമ്പ് നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളും ചെയ്തില്ല. മാക്സിമം ഒരു മണ്ഡപം ബുക്ക് ചെയ്യും, ചിലപ്പോൾ കല്യാണക്കുറിയോ അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യം നോക്കുമായിരിക്കും. ബാക്കി നമ്മൾ സാധാരണ നമ്മൾ അനുദിനം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? മുമ്പോട്ട് നമ്മൾ ജോലിക്ക് പോകും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. ഒരു 3 മാസം സമയമുള്ളപ്പോഴത്തേക്കും നമ്മൾ പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഡ്രസ്സ് എടുക്കുന്നതിനെക്കുറിച്ച്, കല്യാണക്കുറി പ്രിൻ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചായിരിക്കും നമ്മുടെ ശ്രദ്ധ. 1 മാസം കൂടെ അടുത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ വിളിക്കാനുള്ളവരായി, ഓട്ടമായി, ബഹളമായി, വീട് പെയിൻ്റ് അടിക്കലായി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായി. ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ സമയമാണെന്ന് വിചാരിക്കുക. 10 മണിക്കാണ് നിങ്ങളുടെ, അല്ലെങ്കിൽ 10:30ക്കാണ് കല്യാണം. നിങ്ങൾ രാവിലെ 7 മണിക്ക് ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ഫോക്കസ്? വേറൊന്നും ചെയ്യത്തില്ല. അന്ന് മണ്ഡപത്തിൽ ആൾ വന്നോ, പൂക്കൾ അറേഞ്ച് ചെയ്തോ, വേറൊന്നും നിങ്ങൾ ചിന്തിക്കത്തില്ല. നിങ്ങളുടെ കല്യാണമാണെന്നെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് എന്താണ്? ഒരുങ്ങുക, മേക്കപ്പ് ഇടുക, ഡ്രസ്സ് നന്നായിട്ടുണ്ടോ എന്ന് നോക്കുക, കറക്റ്റായിട്ടാണ് ഷൂ ഒക്കെ പോളിഷ് ചെയ്തിട്ടാണോ നോക്കുക, അല്ലെങ്കിൽ സാരിയോ ഗൗണോ എന്താണെന്നുണ്ടെങ്കിൽ അതൊക്കെ നീറ്റാണോ എന്നുള്ളത് നോക്കുക. ഞാൻ എത്രത്തോളം നന്നായിട്ട് ഒരുങ്ങാം എന്നുള്ളൊരൊറ്റ കാര്യത്തിലാണ് കല്യാണ ദിവസം നമ്മുടെ ഫോക്കസ്. വേറൊന്നിലും നമ്മൾ ഫോക്കസ് ചെയ്യത്തില്ല. ഈ ഉദാഹരണം പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് പറയാറുണ്ട്. കല്യാണം കഴിച്ച എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു സമയത്ത് നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടാകത്തില്ല, അല്ലേ? നിങ്ങൾ വലിയ ഓഫീസുകളിൽ വലിയ മഹാന്മാരായ ആൾക്കാരെ നിങ്ങൾ കാണാൻ പോകുന്ന സമയങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. വളരെ ശ്രേഷ്ഠമായ കോൺഫറൻസുകളിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. നിങ്ങൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്ര ഉന്നതമായ സ്ഥാനത്ത് പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കല്യാണ ദിവസത്തിന് നിങ്ങൾ ഒരുങ്ങുന്ന പോലെ എന്തായാലും ഒരിക്കലും ഒരുങ്ങിയിട്ടുണ്ടാകത്തില്ല. ആന്നോ? ഉറക്കം വരുന്നുണ്ടല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ അങ്ങനെ ആ ഒരു ഒരുക്കം ബൈബിളിൽ കർത്താവിനെ മടങ്ങി വരുന്നതിനെക്കുറിച്ചും നമ്മുടെ ഒരുക്കത്തെക്കുറിച്ച് പറയുമ്പോഴും കല്യാണത്തെക്കുറിച്ച് അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ലൈഫിൽ ഈ കല്യാണത്തിൻ്റെ ഒരുക്കത്തിന് ആ ഒരു പ്രത്യേകത നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഈ വചനം നമ്മൾ കേൾക്കുന്ന സമയത്ത് ഏറ്റവും അധികമായിട്ട് ഈ വചനത്തിൽ നമുക്ക് ആശ്വാസമുണ്ട്, നമുക്ക് വിടുതലുണ്ട്, നമ്മുടെ ആത്മീയ വളർച്ചകളുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഇതിനെല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ ഒരുക്കമാണ് ഇന്ന് ഏറ്റവും അധികം ഈ വചനത്തിൽ നമുക്ക് നേടേണ്ടത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചതുപോലെ എല്ലാ ദിവസവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നാം എല്ലാവരും മരിക്കയില്ല. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മരിക്കാതിരിക്കുന്ന നമുക്ക് മരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ടാകും. ചിലപ്പോൾ വയ്യായ്കയൊക്കെ വന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ സാധ്യത ഉണ്ടാക്കി പോകാനുള്ള സമയമായി എന്നുള്ളത്.
മറ്റത് നമുക്ക് അറിഞ്ഞുകൂടെ എപ്പോഴാണെന്നുള്ളത്. സാധാരണ ഞാൻ പറയുന്ന പോലെ രാവിലെ വണ്ടിയൊക്കെ എടുത്ത് കേശവാസരത്ത് ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുമ്പോഴായിരിക്കും കാഹളം ധ്വനിക്കുന്നത്. പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ രാവിലെ എണീറ്റ് വേറെ എവിടെയെങ്കിലും ഓഫീസിൽ പോകാൻ വേണ്ടി ഓടുന്ന വഴിക്കായിരിക്കും കർത്താവ് വിളിക്കുന്നത്. ഏത് സമയത്തും കർത്താവിൻ്റെ മടങ്ങി വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരുക്കവും ആ ഒരു ധൃതിയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. കഴിഞ്ഞ ഒരു 3-4 ആഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു ചെറിയൊരു സന്ദേശം ഞാൻ ഇതുപോലെ പങ്കുവച്ചിരുന്നു. അത് ഓർമ്മയുണ്ടോ എന്ന് ഞാൻ എന്തായാലും ചോദിക്കത്തില്ല, അതിൻ്റെ ഉത്തരം എനിക്കറിയാം. അതിന് തുടർച്ചയായിട്ട് ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് 1-2 കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്തിട്ട് ഞാൻ പെട്ടെന്നിരിക്കാം. അതിനന്ന് ആധാരമായിട്ട് വായിച്ചൊരു വാക്യം വെളിപ്പാട് പുസ്തകം 3:17-18 വെളിപ്പാട് പുസ്തകം 3:17-18. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണെഴുതുവാൻ ലേപവും. ഈ വാക്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വായിച്ചിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അതെങ്കിലും എനിക്കതൊന്നും ഓർമ്മ കാണുമെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു, ഇന്നത്തെ സഭയുടെ അവസ്ഥ ഇതുപോലെ സഭ കുരുടനായിട്ട് ദരിദ്രനായിട്ട് നിർഭാഗ്യവാനായിട്ട് ഈ പറഞ്ഞതാണ് ഇന്നത്തെ സഭയുടെ അവസ്ഥ എന്ന് സമ്മതിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ച് കൈവൊക്കാനൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കൈവൊക്കി. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞായിരുന്നു, ഇതിൽ പറഞ്ഞിരിക്കുന്നത് സഭ എന്താണ് സഭയെക്കുറിച്ച് പറയുന്നത്? ഞാൻ സമ്പന്നൻ, എനിക്ക് ഒന്നിനും ഒരു കുറവും ഇല്ല എന്നാണ് സഭയെക്കുറിച്ച് പറയുന്നത്. അപ്പം ഇത് ഏത് സഭയാണ് എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും പറയുന്നുണ്ട് സഭയുടെ ഇന്നത്തെ അവസ്ഥ വളരെ മോശമാണ്, സഭ ദരിദ്രമായിട്ടിരിക്കുകയാണ്, സഭ കണ്ണു കാണാത്ത അവസ്ഥയിലിരിക്കുകയാണ്, സഭ നിർഭാഗ്യമായ അവസ്ഥയിലിരിക്കുകയാണ്, വളരെ മോശമാണ്. നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിൽ പറയുന്ന ഈ ഒരു സഭ ഏതാണെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനം ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ദൈവവചനം കേൾക്കുന്ന സമയത്ത് ഞാൻ പറയണം, ഇന്നത്തെ സഭയുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഇവിടെ നിന്ന് ഭയങ്കരമായിട്ടങ്ങ് പ്രസംഗിക്കുക. സഭ ഇന്ന് വളരെ മോശമാണ്, സഭയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നടുത്ത് സമ്മതിക്കും. ഒരാൾ പോലും നിങ്ങളൊന്ന് പറയത്തില്ല ഈ സഭയുടെ അവസ്ഥ അങ്ങനെയല്ല നിങ്ങൾ പറയത്തില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വെച്ചേക്കണം, ദൈവം നോക്കുന്നത് ഒരു സംഘടനയോ ഒരു കൂട്ടത്തെയോ അല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നിങ്ങളെയാണ്. സംഘടനയിൽ അടി നടന്നോട്ടെ, കൂട്ടത്തിൽ പ്രശ്നങ്ങൾ നടന്നോട്ടെ, അതെല്ലാം നടന്നോട്ടെ, ദൈവം നോക്കുന്നത് നിങ്ങളെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ചിലപ്പോൾ സാധാരണ നമ്മളും പറയുമായിരിക്കും, ദേഷ്യം വരുമ്പോൾ പറയും കർത്താവ് എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ചാട്ടവാറ എടുത്തുകൊണ്ട് ഈ പള്ളിക്കകത്ത് കയറി എല്ലാത്തിനും അടിച്ച് പുറത്താക്കിയാനെന്ന് ഞാൻ പറയുന്ന ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കർത്താവ് ചാട്ടവാറ എടുത്തുകൊണ്ട് ഇതിനകത്തോട്ട് കയറി വന്നാൽ എന്തായിരിക്കും അടിച്ച് പുറത്താക്കാൻ പോകുന്നത്? നമ്മളെയാണോ? നിങ്ങളുടെ മനസ്സിൽ എന്താണ്? അല്ലെങ്കിൽ ഇപ്പോൾ ഞാനല്ലത് ഇങ്ങനെ അടിച്ച് പുറത്താക്കും മിക്കവാറും. കർത്താവ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ കർത്താവ് ഇതിനകത്തുനിന്ന് ആരെയും അടിച്ച് പുറത്താക്കത്തില്ല. കാരണം ഈ കെട്ടിടവും ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയും ഇല്ല. കർത്താവ് ചാട്ടവാർ എടുത്തുകൊണ്ട് കർത്താവ് വേറൊരിടത്തോട്ട് കയറും. എവിടെയാണെന്നറിയാമോ? അവിടെ കർത്താവിൻ്റെ സ്വന്തമാണ്. കർത്താവ് വില കൊടുത്ത് വാങ്ങിച്ചതാണ്. കർത്താവ് പഴയ നിയമത്തിൽ ആലയത്തിൽ കയറുമ്പോൾ ആ ആലയവും കർത്താവുമായിട്ടൊരു ഉടമ്പടിയുണ്ട്. അത് കർത്താവിൻ്റെയാണ്. എൻ്റെ പിതാവിൻ്റെ ആലയം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രതിഷ്ഠിച്ചതാണ്. അന്നത്തെ ദൈവസഭ എന്ന് പറയുന്നത് അതാണ്. ഇന്ന് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ സഭ. അതുകൊണ്ട് കർത്താവ് ചാട്ടവാർ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു പള്ളിയിലോട്ടും അല്ല കയറാൻ പോകുന്നത്, കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലോട്ടാണ് കയറാൻ പോകുന്നത്. അതിനകത്തുള്ള കാര്യങ്ങളെ കർത്താവ് അടിച്ച് പുറത്താക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള ലവോദിക്ക സഭ എന്ത് ചെയ്യുന്നത്? വാതിലടച്ച കർത്താവിനെ പുറത്തങ്ങ് നിർത്തിയത്. അകത്തോട്ട് വരണ്ട, വന്നാലല്ലേ പ്രശ്നമുള്ളൂ അല്ലേ? ഏത് പ്രസംഗം നിങ്ങൾ കേൾക്കുമ്പോഴും ഏത് മെസ്സേജ് എന്താണെങ്കിലും ഒരു ഉപദേശമോ പ്രബോധനം എന്ത് കേൾക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റൊരാളെ കുറ്റം പറയുന്ന ഒരു തേർഡ് പാർട്ടിയെ ചോദിച്ചിട്ട് ഇന്നത്തെ അവസ്ഥ അതാണ്, അവരിങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് തെറ്റാണ്, ഇങ്ങനെ പറയുന്നൊരു മെസ്സേജ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ
അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഉപയോഗമൊന്നുമില്ല. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പറയാം, വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുത്തു വെച്ചിട്ട് അവിടെ നടക്കുന്ന തെറ്റുകളെക്കുറിച്ച് നമുക്ക് വചനത്തിൽ നിന്ന് നമുക്ക് പ്രസംഗിക്കാം. തെറ്റുകൾ അറിയേണ്ട കാര്യമാണ് കേട്ടോ. നിങ്ങൾ ചില സമയത്ത് വചനവിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും അതെല്ലാം വേണ്ടതാണ്. പക്ഷേ വചനത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എൻ്റെ ഉള്ളിലെ കുറവുകളെ, എൻ്റെ ഉള്ളിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന വചനമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടേ നമുക്ക് ഉപയോഗമുള്ളൂ. മറ്റത് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ട് കൊള്ളാം, ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് പോകും. പക്ഷേ ദൈവവചനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഇരുവായ്ത്തലയുള്ള വാളാണെന്ന് പറയുമ്പോൾ അത് അകത്തോട്ട് കയറണമെങ്കിൽ, അതെന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമായിരിക്കണം, എൻ്റെ ഹൃദയത്തിൽ ശുദ്ധി വരുത്തുന്നതായിരിക്കണം. നമ്മളിന്ന് തുറന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവവചനത്തിൽ നമ്മൾ കേൾക്കുന്നത് ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥ അതെന്താണെന്ന് മനസ്സിലാക്കുവാനും അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരുവാനും ദൈവം നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അത് നമ്മൾ ചെയ്യുവാനും നമുക്ക് അതിനായിട്ട് ഒരുങ്ങാമെന്നുള്ളതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്താം. ഒരു വാക്യം വായിക്കാമോ? ആവർത്തന പുസ്തകം 7:11-13 വരെ. ആവർത്തന പുസ്തകം 7:11-13 വരെ. ആകയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചു നടക്കണം. നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത നിയമവും ദയയും നിനക്കായിട്ട് പാലിക്കും. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. ഇതൊരു അനുഗ്രഹ വചനമാണ്. ഇത് കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് കൽപ്പനകൾ കൊടുക്കുമ്പോൾ ആ കൽപ്പനകളെ അനുസരിച്ച് അവർ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് തരുമെന്ന് പറയുന്ന അനുഗ്രഹങ്ങളുടെ ചെറിയൊരു ഭാഗമാണ്. തുടർന്ന് വേറെ അനുഗ്രഹങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതതിലെ ചെറിയൊരു ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം 2 കാര്യങ്ങൾ. ഒന്ന്, ആദ്യമായിട്ട് പറയുന്നത്, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നാൽ ആദ്യം ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം ഞാൻ പാലിക്കും, ഞാനത് വിട്ടുകളയുകയില്ല എന്ന് പറഞ്ഞ് ഇവരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 2 കാര്യമുണ്ട്. ആ ഓർമ്മിപ്പിക്കുന്ന സമയത്ത് ദൈവം അവരോട് പറയുന്നത്, നിങ്ങൾ ഒരു പുതിയ ഒരു കാര്യത്തിലോട്ടല്ല വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനൊരു പുതിയ ദൈവവും നിങ്ങൾ ഇന്നലെയും ഞാനും ഇന്നലെയായിട്ട് തുടങ്ങിയ ബന്ധമല്ല ഇത് തുടങ്ങിയത് എവിടെയാണ്? അബ്രഹാമിൽ തുടങ്ങിയ കാര്യമാണ്. അബ്രഹാമിനായിട്ട് ഞാൻ കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം, ഞാൻ കൊടുത്ത വാക്ക് പാലിക്കേണ്ടതിനായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ മുമ്പോട്ട് കൊണ്ടു നടത്തുന്നത്. ആ പറയുമ്പോൾ ഒരു കാര്യം ദൈവം വീണ്ടും പറയാൻ അവരോട് ശ്രമിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു മനുഷ്യന് തലമുറകൾക്ക് മുമ്പ് ഞാൻ കൊടുത്തൊരു വാക്ക് ഞാൻ ഓർത്ത് ഇന്ന് നിങ്ങളിവിടെ കൊണ്ടുവന്നെങ്കിൽ, നിങ്ങൾ എന്നോടുള്ള ആ ഒരു സ്നേഹവും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അനുസരിച്ച് നടന്നു കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം നിങ്ങളോട് വിശ്വസ്തത കാണിക്കും എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞാൽ കാണേണ്ടത്. തലമുറകൾക്ക് മുമ്പ് കൊടുത്തൊരു വാഗ്ദത്തം, അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദത്തം ഇന്നും ഓർത്ത് ഇത്രയും വലിയൊരു ജനസമൂഹത്തെ ദൈവം കൊണ്ടുവന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വസ്തതയുടെ ഒരു അടയാളമാണ് അത്. കണ്ണടച്ച് നിങ്ങൾ അവരോട് വിശ്വസിക്കാനല്ല പറയുന്നത്. ഞാൻ ഇന്നലെ എത്ര വർഷം മുമ്പ്, എത്ര തലമുറകൾക്ക് മുമ്പ് ഞാൻ കൊടുത്തൊരു വാഗ്ദത്തം ഇന്ന് ഞാൻ ഓർക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളോട് തരുന്ന നിയമവും അതുപോലെ നിത്യമായൊരു നിയമമാണ്. 2, ഈ ഒരു നിയമം നിങ്ങൾ എത്രത്തോളം എൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയായിട്ട് നിൽക്കുമോ അതുപോലെ ഞാനും എന്ത് ചെയ്യും, ഈ ഒരു വാഗ്ദത്തെ ഞാനും മുറുകെ പിടിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. പക്ഷേ ഇസ്രായേലിനെ തുടർന്നുള്ള ഒരു ചരിത്രം നമുക്കറിയാം. ഇസ്രായേൽ ആ രീതിയിൽ അവർക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. അവർ പലപ്പോഴും അവരുടെ തലമുറകളിൽ അവർ വീണുപോയി. ഈ ചരിത്രം വായിക്കുന്ന സമയത്ത് കറക്റ്റാണെന്ന് പറയണമെങ്കിൽ ഞാൻ 3 രീതിയിലുള്ള തലമുറകളായിട്ടാണ് ഞാനിവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തെ തലമുറ, അത് എനിക്കൊന്നു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ തുടക്കത്തിലാണ് അവർ പറയുന്നത്, ദൈവപ്രവർത്തികളെ കണ്ട ഒരു തലമുറ. ദൈവം മരുഭൂമിയിലൂടെ നടത്തിയതും അവരെ അത്ഭുതങ്ങൾ കണ്ടതും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചതുമായൊരു തലമുറ. അത് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ആ ഒരു തലമുറ കംപ്ലീറ്റ് മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറിയെന്നും ദൈവത്തെ അറിയാത്തൊരു തലമുറ അടുത്ത് ജനിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പം 2 തലമുറകൾ അവിടെ ഉണ്ട് കാണുന്നു. ഒന്ന്, ദൈവത്തെ അറിഞ്ഞ തലമുറ, ദൈവത്തോട് കൂടെ നടന്ന തലമുറ. 2ാമത്, ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു തലമുറ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഈ ഇടയിലുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമല്ല ഇതുമല്ല, ഇതൊക്കെ ഒരു ചടങ്ങായിട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ബൈബിളിൽ പലയിടങ്ങളിലും നമ്മളത് കാണുന്നുണ്ട്.
അതായത് ആദ്യത്തെ തലമുറ അത് അവരുടെ അനുഭവത്തിൽ നിന്ന് ചെയ്തെങ്കിൽ രണ്ടാമത്തെ തലമുറ ഇതിനെ എന്ത് ചെയ്തു, അതുപോലെ അങ്ങ് കോപ്പി അടിച്ചു. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏലി പുരോഹിതൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക്, ഏലി പുരോഹിതൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ ഞാൻ വായിക്കുമ്പോഴത്തേക്ക് ശത്രുക്കളുമായിട്ട് ഇവർ യുദ്ധം ചെയ്യുന്ന കാലഘട്ടത്തിൽ ദൈവം ഇടി അയക്കുന്നതായിട്ടും മിന്നൽ അയക്കുന്നതായിട്ടും ശത്രുക്കളെ തോൽപ്പിക്കുന്നതായിട്ടും അങ്ങനെ പല രീതിയിൽ ഇവരുടെ യുദ്ധത്തിൽ ദൈവം ഇൻവോൾവ് ആവുന്നത് നമ്മൾ പലയിടങ്ങളിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഏലി പുരോഹിതൻ്റെ കാലഘട്ടത്തിൽ ആ പുരോഹിതൻ്റെ മക്കൾ യുദ്ധം ചെയ്ത സമയത്ത് യുദ്ധം തോറ്റുപോകുന്നു തോന്നിയപ്പോഴത്തേക്ക് അവർ ചെയ്ത എന്താണ്, അവർ നിയമപ്പെട്ടകം എന്ത് ചെയ്തു, യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ ചെയ്ത എന്താ ചെയ്തവർ, അവർ ഉച്ചത്തിൽ ആർപ്പിട്ടതിൻ്റെ അളവ് എന്തായിരുന്നു, ഭൂമി കുലുങ്ങുന്നത് പോലെ അവരെന്ത് ചെയ്തു, ആർപ്പിട്ടപ്പോഴത്തേക്ക് ഫിലിസ്തീൻ എന്ത് ചെയ്തു, പേടിച്ചു പോയി. ഇത്ര വലിയ ഒച്ച. അപ്പോൾ അവർ നോക്കി എന്താ സംഭവം, അയ്യോ നിയമപ്പെട്ടകം, ദൈവത്തിൻ്റെ പെട്ടകം, സാന്നിധ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു, പേടിച്ചു. പക്ഷെ അതിൻ്റെ ഔട്ട്കം എന്തായിരുന്നു, അതിൻ്റെ അവസാനം എന്തായിരുന്നു, യുദ്ധത്തിൽ അവർ തോറ്റുപോയി അല്ലേ. കാരണം എന്തായിരുന്നു, ദൈവ സാന്നിധ്യം അവിടെ ഇല്ല. അവർ ഫേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അത് ഉണ്ടാക്കാനായിട്ട് എന്താ പറയല്ലേ, ആർട്ടിഫിഷ്യലായിട്ട് അവിടെ ഒന്ന് ഒരു ഇളക്കപ്പെരുപ്പം ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. ഇളക്കപ്പെരുപ്പം ഉണ്ടാക്കുന്നതിന് ആ ഒരു അപ്പം ഉള്ളൊരു മറ്റേ സോഡ പൊട്ടിക്കുമ്പോൾ ഉള്ളൊരു സൗണ്ടും പുകയൊക്കെ ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകത്തില്ല. രണ്ടാമത് വേറൊരിടത്ത് നമ്മളെപ്പോഴും എനിക്കും വളരെ ഇഷ്ടമുള്ളൊരു വാക്യമാണ്, ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ദാവീദ് താൻ യുദ്ധമെല്ലാം ജയിച്ചു കഴിയുമ്പോഴത്തേക്ക് യോനാഥാൻ നിമിത്തം ഞാൻ കൃപ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ദാവീദ് ചോദിക്കുന്ന ഒരു സംഭവം നിങ്ങൾ വായിക്കുന്നുണ്ടാവും. അപ്പോഴാണ് മെഫീബോശേത്താണെന്ന് തോന്നുന്നു, പേര് കൃത്യമാണെന്ന് തോന്നുന്നു, മെഫീബോശേത്തിനെ താൻ കൊട്ടാരത്തിൽ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡയലോഗുണ്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, ചത്ത നായയെ പോലെയുള്ള അടിയനോട് കൃപ തോന്നാൻ. നമ്മളെപ്പോഴും ആ ഒരു വാക്യത്തെ എന്തിനോടാണ് ഉദാഹരിക്കുന്നത്, ദൈവം നമ്മോട് കാണിച്ച കൃപയോടാണ് നമ്മൾ പറയുന്നത്. കർത്താവ്, ഒരു യോഗ്യതയില്ലാത്ത എന്നോട് അങ്ങ് ഇത്രയും കൃപ കാണിച്ചല്ലോ എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ്. ഇതേ സെൻറ്റൻസ് ബൈബിളിൽ വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. ആരാന്നറിയാമോ? ദാവീദ് പറഞ്ഞിട്ടുണ്ട്. ദാവീദ് ശൗല് വരുന്ന സമയത്ത് ദാവീദ് പറഞ്ഞിട്ടുണ്ട്, ഒരു നായയെ പോലുള്ള എന്നോട് എതിർക്കാൻ എന്തിനാണ് ഇത്രയൊക്കെ സന്നാഹത്തോടെ വന്നിട്ടുണ്ട്. വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 2 രാജാക്കന്മാരിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് 8-ാം അധ്യായത്തിൽ ബെൻഹദദ് എന്ന് പറഞ്ഞൊരു ആരാം രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് നിന്ന ഹസായേൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അദ്ദേഹം ബെൻഹദദ് വയ്യാതെ കിടക്കുമ്പോഴത്തേക്ക് എലീശ പ്രവാചകൻ്റെ അടുത്ത് രാജാവിന് സൗഖ്യം വരുമോ എന്ന് അറിയാനായിട്ട് അദ്ദേഹം വരുവാണ്. എലീശ പ്രവാചകൻ വന്നിട്ട് പറയുന്ന പ്രവചനം വളരെ രസമാണ്. നീ അവൻ്റെ അടുത്ത് പോയിട്ട് പറയണം എന്ത്, അവന് സൗഖ്യം വരുമെന്ന്, പക്ഷേ അവൻ എന്ത് ചെയ്യത്തില്ല, സൗഖ്യം വരത്തില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് എലീശ പ്രവാചകൻ ചെയ്തത് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവന് ലജ്ജ തോന്നുമാറ് അവൻ്റെ കണ്ണിൽ ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. എലീശ പ്രവാചകൻ ചെയ്തത് എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഒരാളുടെ മുഖത്ത് ഇങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്ന നമ്മളല്ല ഇയാളെന്ത് ഇങ്ങനെ നോക്കുന്നതെന്ന് പറയത്തില്ലേ. എലീശ പ്രവാചകൻ അതുപോലെ നോക്കിയിരുന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഹസായേൽ ചോദിക്കുക, അയ്യോ പ്രവാചകനെ എന്തിനാ കരയുന്നേ? അപ്പോൾ എലീശ പ്രവാചകൻ പറയും, നീ ഇസ്രായേലിന് ചെയ്യാൻ പോകുന്ന ദോഷം ദൈവം എന്നെ കാണിച്ചു, അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. നീ കുഞ്ഞുങ്ങളെ അടിച്ചു കളയും, ഗർഭിണികളെ കൊല്ലും, പട്ടണങ്ങളെ നീ നശിപ്പിക്കും. ഇതെല്ലാം മുൻകൂട്ടി പ്രവാചകൻ ഹസായേലിനോട് പറയാം, നീ നാശം ചെയ്യാൻ പോവുകയാണ് എന്നൊരു പ്രവചനം പറഞ്ഞ് പ്രവാചകൻ അവിടെ നിന്ന് കരയുമ്പോൾ ഹസായേൽ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു നായയെ പോലുള്ള ഞാനോ, ഒരു നായയെ പോലെയുള്ള ഞാനാണോ ഇത് ചെയ്യാൻ പോകുന്നത്? അടിയൻ എന്ത് മാത്രമേ ഉള്ളൂ, നായായിരിക്കുന്ന അടിയൻ എന്ത് മാത്രമേ ഉള്ളൂ എന്ന് ഹസായേൽ പറയുക. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാവരും തങ്ങളുടെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥയിൽ നിന്നും പരമാർത്ഥ ഹൃദയത്തോടുകൂടിയും അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, നായയെപ്പോലിരിക്കുന്ന ഞാൻ, അത്രയും താഴ്മയുള്ള ഒരാൾ. അതിൻ്റെ തൊട്ട് 2-3 വാക്യം കഴിയുമ്പോഴത്തേക്കാണ് കാണുന്ന ഹസായേൽ പോയിട്ട് ബെൻഹദദിനെ കൊന്നുകളയും. 2-3 വാക്യം മുമ്പ് എന്താ ചോദിച്ചത്? അയ്യോ ഞാനോ, നായയെപ്പോലിരിക്കുന്ന ഞാനോ എന്ന് ചോദിച്ചിട്ട് 2-3 വാക്യം കഴിയുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത്? പോയിട്ട് കൊന്നുകളഞ്ഞ് അത് തന്നെ ചെയ്യും. ഫേക്ക് ചെയ്യുന്നൊരു ജനറേഷൻ.
നമുക്ക് കിട്ടിയ എല്ലാത്തിനും എന്ത് ചെയ്യാണ് അതേപോലെ ഒരു ആചാരമായിട്ട് കൊണ്ടുനടക്കുക. ഹൃദയത്തിനകത്തൊന്നുമില്ല, പക്ഷേ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എവിടെയോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ സഭയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പല സമയത്തും പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പലതും നമ്മൾ ഫേക്കായിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ എവിടെ നിന്നോ മാറി നമ്മൾ ആചാരത്തിലേക്ക് പല സമയത്തും നമ്മൾ കടന്നു വന്നു. എനിക്കതിന് പറയാൻ പറ്റുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. ഈ കാലഘട്ടത്തിൽ പുറത്ത് നടക്കുന്ന ഒരു വലിയൊരു ചർച്ചയാണ്. അത് വളരെ നല്ലൊരു ഉദാഹരണമാണ്. പക്ഷേ അങ്ങനെ ഒരു ടോപ്പിക്ക് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഞാനത് പറയാതിരിക്കുക. അനുഭവം ഇല്ലാതെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുവാണ്. അനുഭവമില്ല, ദൈവം എനിക്കൊരു ബോധ്യം തന്നിട്ടില്ല, പല കാര്യങ്ങളും ദൈവം എന്നോട് ഇടപെട്ടിട്ടില്ല, പക്ഷേ ആരൊക്കെയോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനും കൂടെ അങ്ങ് ചെയ്യുവാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുവാണ്. ദൈവം തൻ്റെ പഴയ നിയമത്തിൽ അവർക്ക് കൊടുത്ത നമ്മൾ ഉദാഹരണം കണ്ടായിരുന്നു. ദൈവം അവരോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം ഞാൻ ഒരിക്കലും വിട്ടുകളയുകയില്ല എന്ന് പറഞ്ഞു. ഇവർ ദൈവത്തെ വിട്ടുപോയപ്പോഴത്തേക്കാണ് ദൈവം പലപ്പോഴും ഇവരിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം മാറുന്നതും ദൈവം കൈയെടുത്ത് കളയുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലൊന്ന് ചിന്തിച്ച് നോക്കിയേ, ദൈവം നമ്മുടെ പിതാക്കന്മാർക്ക് കൊടുത്ത എന്തെങ്കിലും ഒരു വാഗ്ദത്തം ഇന്ന് നമുക്ക് അനുഭവിക്കാതിരിക്കാൻ കഴിയുന്നൊരവസ്ഥയുണ്ടോ? എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? യോവേൽ പ്രവാചകനോട് അന്ത്യകാലത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ എന്തുവാണ്? സകല ജഡത്തിന്മേലും പകരും എൻ്റെ പുത്രന്മാരും പ്രവചിക്കും. ഇത് സംഭവിച്ചായിരുന്നല്ലോ അല്ലേ? സംഭവിച്ചു. ആദ്യ നൂറ്റാണ്ടിലെ സഭ 1 കൊരിന്ത്യർ 14 നമ്മളിന്ന് വായിക്കുന്ന സമയത്ത് ആ സഭ അപ്പോസ്തലൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. അവരോട് ഉപദേശിക്കുകയാണ്. എന്താ ഉപദേശിക്കുന്നത്? നിങ്ങളെല്ലാവരും എന്ത് ചെയ്യരുത്, അന്യഭാഷ ഇങ്ങനെ പറയരുത്. എല്ലാവരും അന്യഭാഷ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആർക്കൊന്നും മനസ്സിലാവത്തില്ല. പിന്നെ നിങ്ങൾ വരുമ്പോൾ പ്രവചിക്കുന്നവർ ഓരോരുത്തരായിട്ട് പ്രവചിക്കുക. എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ പ്രവചിക്കാതെ എല്ലാവരും ഓരോരുത്തരായിട്ട് പ്രവചിക്കുക. വെളിപ്പാട് പറയുന്നവർ എല്ലാവരും ഓരോരുത്തരായിട്ട് ക്രമമായിട്ട് നടക്കട്ടെ, ചന്തമായിട്ട് ഉചിതമായിട്ട് നടക്കട്ടെ എന്ന് അപ്പോസ്തലൻ ആദിമ സഭയോട് പറഞ്ഞു. ഇന്ന് ആരെങ്കിലും ഒരാളെങ്കിലും പ്രവചിക്കുക, ഒരാളെങ്കിലും ഒന്ന് അന്യഭാഷ പറ, ഒരാളെങ്കിലും ഒന്ന് വെളിപ്പാട് പറ. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ അപ്പോസ്തലൻ പറയുക, നിങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പ്രവചിക്കല്ലേ, ഓരോരുത്തരായിട്ട് പ്രവചിക്കുക എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് നമുക്ക് പറയേണ്ടുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് പ്രവചിക്കുക എന്ന് പറയേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്തു, എത്തി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ, ഞാനൊരു യാത്ര പോകുമായിരുന്നു. അപ്പം ഒരു ചെറിയൊരു തർക്കം എന്ന് വെച്ചാൽ വഴക്കൊന്നും അടിയൊന്നുമല്ല, ഒരു ഡിസ്കഷൻ നടക്കും. അപ്പം പുള്ളി പറഞ്ഞു സഭയിൽ അന്യഭാഷ പറയാൻ പാടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ്? അപ്പോൾ പറഞ്ഞു സഭയിൽ അന്യഭാഷ പറയണമെങ്കിൽ അപ്പോസ്തലൻ പറഞ്ഞ ഒരു മാതൃകയുണ്ട്. എന്താണ്? സഭയിൽ വ്യാഖ്യാന വരവുള്ള ആൾ വേണം. വ്യാഖ്യാനി ഉണ്ടെങ്കിൽ നിങ്ങൾ അന്യഭാഷ പറയുള്ളൂ, വ്യാഖ്യാനി ഇല്ല എന്നുണ്ടെങ്കിൽ അന്യഭാഷ പറയാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ചോദിച്ചു വ്യാഖ്യാനി എവിടെ പോയി? വ്യാഖ്യാനി എവിടെ പോയി? പനി പിടിച്ച് വീട്ടിൽ കിടക്കുകയാണോ? വ്യാഖ്യാനി എവിടെ പോയി? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൽ നിങ്ങളും പറയുക, ഞാനൊരു വ്യാഖ്യാനപരം സഭയിൽ കണ്ടത് എനിക്ക് തോന്നുന്നു മിനിമം ഒരു 25 വർഷത്തിന് മുമ്പാണ് ഞാൻ വ്യാഖ്യാനപരം ഒരു സഭയിൽ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞൊരു 25 വർഷത്തിനിടയിൽ വ്യാഖ്യാനപരം സഭയിൽ ഓപ്പറേറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? 25 വർഷത്തിനിടയിൽ അന്യഭാഷ കണ്ടിട്ടുണ്ടാവും, പ്രവചനം കേട്ടിട്ടുണ്ടാവും, രോഗസൗഖ്യം കേട്ടിട്ടുണ്ടാവും, ഭൂതങ്ങളുടെ വിടുതലെല്ലാം കണ്ടിട്ടുണ്ടാവും. വ്യാഖ്യാനപരം സഭയിൽ ഓപ്പറേറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ട് 25 വർഷത്തിനിടയിൽ? ഞാൻ 25 വർഷത്തിന് മുമ്പാണ് കണ്ടിട്ടുള്ളത്, ഓർക്കുന്നത്. എവിടെ പോയി അത്? അപ്പം ഞാൻ ഈ സഹോദരനോട് ചോദിച്ചു, ഓൾറെഡി വ്യാഖ്യാനപരം സഭയിൽ നിന്ന് പോയതുപോലെ അതിൻ്റെ പേരിൽ ഇപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താ? അതുകൊണ്ട് ഇനി അന്യഭാഷ പറയാനും പാടില്ല. അതാണോ ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ അന്യഭാഷ ഉള്ളവർ വന്നിരുന്നിട്ട് നിലവിളിച്ച് കർത്താവിനോട് എനിക്ക് വ്യാഖ്യാനപരം തരണമെന്ന് ചോദിക്കുകയാണോ വേണ്ടത്? പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയുന്നത് നിങ്ങളതിൻ്റെ സീരിയസ്നെസ്സോട് മനസ്സിലാക്കണം. ദൈവം നമുക്ക് തന്നിരുന്ന, സഭയ്ക്ക് തന്നിരുന്നൊരു കൃപാവരം ഇന്ന് കാണുന്നില്ല. നമുക്ക് ദൈവം തന്നിട്ടുള്ള വാഗ്ദത്വം അത്. ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അവകാശമാണ്. നമുക്ക് ദൈവത്തോട് ചോദിക്കാം. പക്ഷേ ഇന്ന് കാണുന്നില്ല. നമ്മൾ ആരും അതിനെക്കുറിച്ച് ബോധവടല്ല. ഒന്നാമത്തെ അടയാളം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്തൊക്കെ വാഗ്ദത്തങ്ങളാണ് നമുക്ക് നഷ്ടമായി പോയത്, സഭയിൽ നമുക്ക് നിന്നുപോയത്, നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ഈ സഭ എന്ന് പറയുമ്പോഴത്തേക്ക്
ഈ സഭ എന്നുള്ളത് നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് എന്നെയും നിങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഒരു ഗ്രൂപ്പ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല പറയുന്നത്. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊക്കെയാണ് നമ്മുടെ സഭയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്, എന്തൊക്കെ കൃപാവരങ്ങൾ നിങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ഒരാൾ ഓപ്പറേറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്നത്? ദൈവം എന്നെ വിളിച്ച സമയത്ത്, അല്ലെങ്കിൽ ഞാനൊരു തലമുറ മുമ്പ് എൻ്റെ കുടുംബത്തിൽ രക്ഷയിലേക്ക് വന്ന എൻ്റെ അപ്പച്ചനോ അമ്മച്ചിയോ അല്ലെങ്കിൽ എൻ്റെ അപ്പനോ അമ്മയോ വന്ന സമയത്ത് അവരിൽ ഞാൻ കണ്ട കൃപകൾ ഇന്ന് എന്നിലുണ്ടോ? ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ വിശ്വാസം, ഞാൻ ഈ വചനമൊക്കെ പഠിക്കുന്നതിന്, ഞാൻ തീരെ കുഞ്ഞായിരുന്ന സമയത്ത് വെച്ചാൽ ഒരു 4-5 പഠിക്കുന്ന സമയത്ത് നമ്മൾ വചനമൊക്കെ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും യേശു എന്ന നാമത്തിന് പവറുണ്ട്, അല്ലെങ്കിൽ ഒരു ശക്തിയുണ്ട് എന്നുള്ളത് വചനം കേട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ണുകൊണ്ട് കണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. കാരണം ഞങ്ങളന്ന് കൂടി വരുന്ന സഭയിൽ ഭൂതങ്ങൾ ഇളകുന്ന സമയത്ത് ആരും പോയിട്ട് കെട്ടിയിടത്തൊന്നുമില്ല. യേശുവിൻ്റെ നാമത്തിൽ അവിടെ അടങ്ങിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞാൻ തീരെ കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അപ്പം പേര് പറഞ്ഞാൽ നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഞാൻ കുറ്റം പറഞ്ഞ് നിങ്ങളെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്. പക്ഷെ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. നമ്മൾ എവിടെ തുടങ്ങി, നമ്മളിന്ന് എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളത്. ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നൊരു കാര്യമാണ്, എന്നോട് നിങ്ങൾ ചേർന്ന് നടന്നു കഴിഞ്ഞാൽ, നിങ്ങൾ എന്നോടുള്ള ഞാൻ തന്ന നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളെ ഓർക്കും. ആദ്യ നൂറ്റാണ്ടിൽ കൊരിന്ത് സഭയിൽ അവർ പറഞ്ഞു എല്ലാവരും പ്രവചിക്കണം, എല്ലാവരും അന്യഭാഷ പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോഴും പറയുന്നുണ്ട്. പെന്തക്കോസ്ത് അനുഭവം തുടങ്ങിയത് എവിടെയാണ്? 1990കളിൽ നമ്മൾ തുടങ്ങിയെന്ന് പറയും. പെന്തക്കോസ്ത് അനുഭവം തുടങ്ങി, പെന്തക്കോസ്ത് സഭ ഭൂമിയിൽ വന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിനിടയിലുള്ള വർഷങ്ങളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അഭിഷേകം കൊടുക്കുന്നത് നിർത്തിവെച്ചിട്ടൊന്നുമില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് ബ്രേക്ക് എടുത്തിട്ടുമില്ലായിരുന്നു. അന്നുണ്ടായിരുന്ന തലമുറ അത് വേണ്ടെന്ന് വെച്ചതാണ്. ഇന്ന് നമ്മൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലമുറയിൽ നമുക്കത് ലഭിക്കില്ല. പക്ഷേ എനിക്ക് ഒരു ഉറപ്പുണ്ട്, ഏതെങ്കിലും ഒരു തലമുറയിൽ ഒരു ഉണർവുണ്ടാകും. പരിശുദ്ധാത്മാവ് വീണ്ടും ഇറങ്ങും. നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങളെല്ലാം സഭയിൽ മടങ്ങി വരും. കാരണം സഭയെ കൊണ്ട് നടക്കുന്ന ദൈവമാണ്. എൻ്റെ ഒരു ആഗ്രഹമാണ്, ഞാൻ പറയട്ടെ, നമ്മളിവിടെ ഈ 11 മണി വരെ നമ്മൾ വർഷിപ്പും ആരാധന എല്ലാം നടക്കുന്നുണ്ട്. 11 മണിക്ക് ശേഷം അടുത്തൊരു 15 മിനിറ്റ് നമുക്ക് വ്യാഖ്യാനപരം വേണം പ്രിയമുള്ളവരെ. ഇന്ന് നമ്മൾ ഓരോരുത്തർ എഴുന്നേറ്റ് മുമ്പേ വന്നിരുന്ന ഈ സഹോദരൻ അന്യഭാഷ പറഞ്ഞത് ഈ മർമ്മമാണ് വിളിച്ചു പറഞ്ഞത്. ഈ സഹോദരി അന്യഭാഷ പറഞ്ഞപ്പോഴത്തേക്ക് ഇന്നൊരു ദൂതാണ് പറഞ്ഞതെന്ന് പറയുന്ന ശുശ്രൂഷ നമ്മുടെ സഭയിൽ വേണം പ്രിയമുള്ളവരെ. ഓരോരുത്തർ പുതുതായിട്ട് ഒരാൾ കടന്നു വരുന്ന സമയത്ത് അവൻ്റെ തലയിൽ കൈവച്ച് പ്രവചിക്കണം, അവൻ്റെ തലയിൽ കൈവച്ച് അവനെ വ്യാഖ്യാനിക്കണം, അവന് അവന് എന്താണെന്നുള്ളത് നമ്മൾ അവനെ മനസ്സിലാക്കി കൊടുക്കണം. ആ കൃപകൾ നമ്മുടെ സഭയിലേക്ക് മടങ്ങി വരണം. ഞാൻ കുറച്ചുകൂടെ പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല, പക്ഷേ എനിക്കൊന്ന് ഈ ഒരു പോയിൻ്റ് തന്നെ ധാരാളമാണെന്ന് തോന്നുന്നു. പലപ്പോഴും നമ്മളെ പിശാച് പുറകിലേക്ക് വലിച്ചു കളയുന്ന, അല്ലെങ്കിൽ നമ്മളെ തള്ളിയിടുവാനായിട്ട് ഒരുപാട് വലിയ വലിയ ആയുധങ്ങളും വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇസ്രായേൽ മക്കൾ ദൈവസന്നിധിയിൽ നിന്ന് വീണുപോയത് അവർ വലിയ കൊടിയ പാപങ്ങൾ ചെയ്തിട്ടല്ല. അന്നത്തെ കാലം നമ്മളിന്ന് വായിക്കുമ്പോഴത്തേക്ക് വിഗ്രഹാരാധന നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാപമായിരുന്നു. പക്ഷേ അവരെന്ന വിഗ്രഹാരാധന അല്ലെങ്കിൽ ഈ ഫെസ്റ്റിവലൊക്കെ പോയത് അവരുടെ സോഷ്യൽ ലൈഫിൻ്റെ ഭാഗമായിട്ട് അവർ പോയത്, പല കാര്യങ്ങളും ചെയ്തത്. അവരുടെ ചുറ്റുമുള്ള ആളുകൾ ചെയ്യുന്ന പല കാര്യങ്ങൾ കണ്ടിട്ട് സോഷ്യലി അവരോടുകൂടെ മിക്സായി ആ ഒരു രീതികളും ആചാരങ്ങൾ ഇവരെന്ത് ചെയ്തു, പതുക്കെ കോപ്പി ചെയ്തതാണ് ഇവരുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ച. ഇന്നും പിശാച് അത് തന്നെ ചെയ്യുന്നത്. നമ്മളിന്ന് പലപ്പോഴും പഴയ നിയമം വായിക്കുമ്പോഴത്തേക്ക് വിഗ്രഹാരാധന എന്ന് നമ്മൾ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ നിങ്ങൾ ചരിത്രപരമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഇവർ വിഗ്രഹാരാധനയിൽ പോയതിൻ്റെയൊക്കെ പല കാരണങ്ങൾ ഈ സോഷ്യൽ ലൈഫും ഇങ്ങനെയുള്ള കാര്യങ്ങളുമാണ്. ഇന്ന് നമ്മളും പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ കണ്ട്, ചുറ്റുമുള്ള ആൾക്കാർ പോകുന്ന രീതി കണ്ടിട്ട് നമ്മളും നമ്മുടെ സോഷ്യൽ ലൈഫിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും നമ്മൾ തലയിലെടുത്ത് വെച്ചിട്ടുണ്ട്. പലപ്പോഴും ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നമ്മൾ മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് വിഗ്രഹാരാധന. അതുകൊണ്ട് നമുക്കിന്ന് മടങ്ങി വരാം. ഞാനിത് പറയുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം അറിയാം. ഒരു 1.5-2 വർഷം മുമ്പ് ഞാനിതുപോലെ ചെറിയൊരു എക്സോട്ടേഷൻ, ഒരു 10 മിനിറ്റിന് താഴെ ഒരു എക്സോട്ടേഷൻ എനിക്ക് ചർച്ചിൽ പറഞ്ഞു. നിങ്ങളുടെ ഉപജീവന ചിന്തകളാൽ നിങ്ങൾ വലഞ്ഞു പോകരുതെന്നൊരു 10 മിനിറ്റ് താഴെയുള്ളൊരു എക്സോട്ടേഷനാണ്.
അത് കട്ട് ചെയ്ത് നെറ്റിൽ വന്നു. അതിൻ്റെ താഴെ ഉടനെ ഒരാൾ കമൻറ്റ് കയറി, ഇയാൾക്ക് നല്ല ജോലിയൊക്കെ കാണും, അതുകൊണ്ടാണ് ഈ നമ്മുടെ അടുത്ത് വിഷമിക്കേണ്ടെന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വിഷമമുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഈ ടെൻഷൻ നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നാളെ എന്താണെന്ന് നമുക്കൊരു ഉറപ്പില്ല. അത് നമ്മുടെ റിയാലിറ്റിയാണ്. നമ്മളെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നാളെ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ജോലി ഇല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യും, അല്ലെങ്കിൽ ഞാനിന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ എനിക്ക് എന്തോ സംഭവിക്കും, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്ന ടെൻഷൻ, എൻ്റെ വീട്ടിലെ അവസ്ഥ, ഇതെല്ലാം നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് റിയാലിറ്റിയാണ്. നമ്മൾ ഇന്ന് ഇവിടെ നിന്നിറങ്ങി വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല പലരുടെ അവസ്ഥ. നമ്മൾ ഈ ഒരു സാധാരണ പറയുന്നൊരു മാസ്ക് ഒക്കെ ഇട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഈ മാസ്ക് ഒക്കെ ഒന്ന് എടുത്തു മാറ്റി കഴിഞ്ഞാൽ പലരും കരഞ്ഞുകൊണ്ടും മുറിവേറ്റവരായിട്ടായിരിക്കും നിങ്ങളിൽ പലരും ഇവിടെ ഇരിക്കുന്നത്. വീട്ടിൽ ചിലപ്പോൾ ഒരു സമാധാനം കാണത്തില്ല, അല്ലെങ്കിൽ നാളെ ഇനി എൻ്റെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത് എനിക്കൊരു ബോധ്യമില്ലാതെയായിരിക്കും നിങ്ങൾ പലരും ഇവിടെ ഇരിക്കുന്നത്. 2 കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും, എത്ര മോശപ്പെട്ട അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും അതിന് സൗഖ്യം തരുവാൻ ദൈവത്തിന് കഴിയും. ഇത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ട് വേണം. പഴയ നിയമത്തിൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാനിൽ വെച്ചപ്പോൾ യോർദാൻ്റെ ഒഴുക്ക് നിന്നു എന്ന് പറയുന്നൊരു വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ സംഭവം നിങ്ങൾക്കറിയാം. ഞാൻ നിങ്ങളോട് ധൈര്യമായിട്ട് പറയട്ടെ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ക്രൂശ് എടുത്തുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ പുറകിൽ ഒരു ചുവട് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒതുങ്ങി തുടങ്ങും. കാരണം ആ ക്രൂശ്, ഇന്ന് നമ്മൾ ക്രൂശുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ക്രൂശിനെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ കർത്താവ് പറയുന്നത്, നീ ഫൈറ്റ് ചെയ്ത് നിർത്ത്, നീ എൻ്റെ പുറകെ വരുമ്പോഴത്തേക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാവും. ഇന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അവസ്ഥ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും, ദൈവത്തിൻ്റെ പുറകെ വിശ്വാസത്തോടെ നമ്മൾ ചുവടെടുത്ത് വയ്ക്കുമ്പോൾ ദൈവം അതിൻ്റെ പുറത്ത് നമുക്ക് ജയം തരും. ദൈവം നമുക്ക് വിടുതൽ തരും. നമ്മൾ വിശ്വസ്തയോടുകൂടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മുമ്പോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ദൈവം നമ്മെ മുമ്പോട്ട് നടത്തും. ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായി, ഒരു ആത്മീയ വളർച്ചയിലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാത്തവരായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. പഴയൊരു പാട്ട് നമ്മൾ പാടുമല്ലോ, നമ്മൾ പറയുമല്ലോ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ആ പാട്ടിൽ പറയുന്ന പോലെ ഒരു നിമിഷം എല്ലാവരും കണ്ണുകളടച്ച് ദൈവത്തോട് അത് തന്നെ പറയും, കർത്താവേ, എൻ്റെ പുറത്തൊരു കുരിശുണ്ട്, എന്നെ അലട്ടുന്ന ഒരുപാട് വേദനകളുണ്ട്, എന്നെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് അവസ്ഥകൾ എൻ്റെ ചുറ്റുമുണ്ട്, എന്നെ ടെൻഷൻ അടുപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ചുറ്റുമുണ്ട്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങൾ, പ്രശ്നങ്ങളും സമസ്യകളും എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെ കുടുംബത്തിനകത്ത് എനിക്ക് സമാധാനമില്ല, എനിക്ക് മുമ്പോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഏത് ചിന്തയാണ് നിങ്ങളെ ഭരിക്കുന്നതെന്നുണ്ടെങ്കിലും കർത്താവിനോട് പറയാമോ, കർത്താവെ, ആ ക്രൂശ് എൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് ഞാൻ വിശ്വാസത്തോടെ മുമ്പോട്ട് കാലെടുത്ത് വയ്ക്കുന്നപ്പാ. ആ ക്രൂശ് എൻ്റെ പുറത്തിരിക്കുമ്പോൾ തന്നെ, ആ ക്രൂശ് എന്നെ വേദനിപ്പിക്കുമ്പോൾ തന്നെ, ആ വേദനയോടുകൂടെ ഞാനിന്ന് മുന്നോട്ട് കാലെടുത്ത് വയ്ക്കാൻ തീരുമാനിക്കുന്ന കർത്താവെ, അങ്ങ് ആ ക്രൂശ് വഹിച്ചുകൊണ്ട് പോയതുപോലെ കർത്താവെ, എൻ്റെ ക്രൂശും എടുത്തുകൊണ്ട് ഞാൻ അങ്ങയുടെ പുറകെ വരുന്ന കർത്താവെ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് വിടുതൽ വേണം കർത്താവെ. എനിക്ക് അവിടെ വിടുതൽ കിട്ടുമ്പോൾ എൻ്റെ ബന്ധനങ്ങൾ അഴിയും, എൻ്റെ പ്രശ്നങ്ങൾ മാറും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയകരമായിട്ട് മുമ്പോട്ട് പോകുവാൻ കഴിയും. എന്നെ വേദനിപ്പിക്കുന്ന ഈ വേദനകളെല്ലാം മറന്നുകൊണ്ട് കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ അപ്പാ. അങ്ങയെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങയുടെ പുറകെ വരുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. സഭയിൽ അങ്ങയുടെ വരങ്ങളെ തരണമേ കർത്താവേ. അങ്ങയുടെ ആത്മാവിനാൽ അങ്ങ് നിറയ്ക്കണമേ കർത്താവേ. ഞങ്ങളിങ്ങനെ ബാരനായിട്ടിരുന്നത് മതി കർത്താവേ. ഈ വരണ്ട അവസ്ഥകളെ മാറ്റണമേ കർത്താവേ. അങ്ങയുടെ ആത്മാവിൻ്റെ നദി ഞങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് അയക്കണമേ കർത്താവേ. ഞങ്ങളെ നിറയ്ക്കണമേ അപ്പാ, ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. അങ്ങയുടെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. പുറത്തോട്ടിറങ്ങി ശുശ്രൂഷിക്കുവാനപ്പാ, പുറത്തോട്ടിറങ്ങി ആത്മാക്കളെ നേടുവാൻ, അനേകരോട് അങ്ങയുടെ ആലോചന പറയുവാൻ, അനേകരെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ സഭ വളരുവാൻ കർത്താവേ, അങ്ങയുടെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നഷ്ടമായി പോയ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായിട്ട് ഞങ്ങളെ മാറ്റണമേ അപ്പാ. ഞങ്ങളുടെ സഭ ദൈവം ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്തവരാകട്ടെ അപ്പാ. ഓരോരുത്തരും കർത്താവെ ശുശ്രൂഷിക്കുന്നവരാവട്ടെ കർത്താവെ. പുറത്തിറങ്ങും അങ്ങയുടെ സാന്നിധ്യം വഹിച്ചുകൊണ്ട് പോകുന്നവരാവട്ടെ അപ്പാ. അങ്ങയുടെ കാര്യങ്ങളുടെ സഭയായി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അങ്ങ് ഞങ്ങൾ മുമ്പോട്ട് നടത്തണമേ അപ്പാ. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമയം പാഴാക്കാതെ ഒരുങ്ങുവാൻ, അങ്ങേക്കായി ഓടുവാൻ, പ്രയത്നിക്കുവാനുള്ള കൃപയും ബലവും അഭിഷേകവും തരണമേ അപ്പാ.
ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. ഓരോ വ്യക്തികളെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. അപ്പാ ഈ വരുന്ന ആഴ്ച പിതാവേ എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കട്ടെ. അങ്ങയുടെ ദൂതന്മാരുടെ കാവലിൽ സഭയെ മറച്ച് കാത്തുകൊള്ളണമേ അപ്പാ. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. അവർ സമാധാനം അനുഭവിക്കട്ടെ. ഈ വരുന്ന ആഴ്ച അവർക്ക് സമാധാനമായിരിക്കട്ടെ കർത്താവേ. അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചിരുന്നു. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ നാമമഹത്വത്തിനായി തീരട്ടെ. മുമ്പോട്ട് നടത്തണമേ കർത്താവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.